എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 68 ശ്ലോകം 7, 8, 9, 10, 11, 12, 13, 14, 15, 16 10 ശ്ലോകങ്ങള് ഇന്ന് നോക്കാം. ദുര്യോധന തുടങ്ങിയിട്ടുള്ള കൗരവന്മാര് സാമ്പന്റെ പിന്നാലെ ഓടി വന്ന് സാമ്പനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നു. പക്ഷെ സാമ്പന് യാതൊരു ഭയവും ഉണ്ടായില്ല. തന്റെ മനോഹരമായ ചാപം ധരിച്ചുകൊണ്ട് ഏകനായിട്ട് ഒട്ടും കൂസല് കൂടാതെ ആ യുദ്ധവീരനായ സാമ്പൻ സിംഹത്തിനെ പോലെ അവരോട് എതിരിടാനായിട്ട് ചെറുത പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. തം തേ ജിഗൃക്ഷവക്രുദ്ധാ തിഷ്ഠതിഷ്ഠേതി ഭാഷിണ ആസാദ്യ ധന്വിനോ ബാണൈ കർണാഗ്രണ്യ സമാകിരൻ. ദുര്യോധനൻ മാത്രമല്ല, കർണൻ മുതലായിട്ടുള്ള ആ ദുര്യോധനന്റെ കൂട്ടുകാരെല്ലാവരും വളരെ ക്രോധിച്ചുകൊണ്ട് സാമ്പനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടി എടാ അവിടെ നിക്ക എന്നൊക്കെ അങ്ങനെ ക്രോധത്തോടെ പറഞ്ഞുകൊണ്ട് അടുത്തെത്തിയപ്പോ അവരെല്ലാവരും ഒരേ സമയത്ത് എല്ലാവരും കൂടി സാമ്പന്റെ നേർക്ക് ബാണങ്ങളെ അങ്ങനെ തൊടുത്ത് വിടാൻ തുടങ്ങി. സാമ്പൻ ഒറ്റയ്ക്ക്, ഇവരെല്ലാവരും കൂടി ഒന്നിച്ച്, അത് യുദ്ധത്തിന് ഒരു നിയമമൊക്കെ ഉണ്ട്. ആ നിയമമൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അവര് ചെയ്യണത്. ഒരാളെ ഇത്രയും പേര് ഒന്നിച്ച് ചെയ്യാൻ പാടില്ലല്ലോ. സോപവിദ്ധ കുരുശ്രേഷ്ഠ കുരുഭയതു നന്ദന നാമൃഷ്യത്തദാചിന്യാർഭ സിംഹക്ഷുദ്രമൃഗൈരിവ. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ കുരുശ്രേഷ്ഠ, അങ്ങയുടെ പൂർവ്വപിതാക്കന്മാരായ ആ ദുര്യോധനാദികള് ഇങ്ങനെ ബാണവർഷം ചെയ്ത് ശരീരത്തില് നിറയെ മുറിവ് ഏൽപ്പിച്ചപ്പോ ആർക്കും ഊഹിക്കാൻ കൂടി കഴിയാത്ത വൈഭവത്തോടു കൂടിയ ആ ശ്രീകൃഷ്ണന്റെ പുത്രനായ ആ സാമ്പൻ നീച്ച മൃഗങ്ങൾ ചെയ്യുന്ന ഉപദ്രവത്തെ സഹിക്കാത്ത സിംഹം എന്ന പോലെ അവര് ചെയ്ത ഈ ക്രൂരകൃത്യത്തെ സഹിച്ചില്ല. ദേഷ്യം വന്നു സാമ്പന്. ഒറ്റയ്ക്ക് ഒരാളെ ഇങ്ങനെ എല്ലാവരും കൂടി ഉപദ്രവിക്കാം. വിസ്ഫൂർജ രുചിരം ചാപം സർവാൻ വിവ്യാധസായകൈ കർണാദീൻ ഷഡ്രധാൻ വീര താവൽ പെറിയുഗപത് പൃഥക്. ഉടനെ വീരനായ സാമ്പൻ ഞാണ് വലിച്ചു കെട്ടി ശബ്ദിപ്പിച്ചുകൊണ്ട് തന്റെ ചാപം പിടിച്ചു വലിച്ചങ്ങോട്ട് വിട്ടു അവരുടെ നേർക്ക്. സാമ്പന്റെ ആ ചാപത്തിന്റെ ശബ്ദം, ആ ഞാണൊലി ആ സ്ഥലം മുഴുവനും അങ്ങോട്ട് വ്യാപിച്ചു. കർണൻ മുതലായിട്ടുള്ള 6 പേരെയും അവരുടെ 6 തേരുകളെയും 6 ബാണങ്ങൾ കൊണ്ട് ഒരേ സമയത്ത് വെവ്വേറെ അങ്ങോട്ട് മുറിപ്പെടുത്തി പറയുന്നു. അത്ര മിടുക്കൻ യുദ്ധവീരനാണ് സാമ്പൻ. ചതുർഭിശ്ചതുരോ വാഹാൻ ഏകൈകേന ച സാരഥീൻ രഥിനശ്ച മഹേശ്വാസാൻ തസ്യ തദ്ദേപ്യ പൂജയൻ. 6 ബാണങ്ങൾ ഒരേ സമയത്ത് എങ്ങനെയാ പ്രയോഗിച്ചത് എന്നതാ ഈ ശ്ലോകം കൊണ്ട് വിവരിക്കുകയാണ്. 4 ബാണങ്ങൾ കൊണ്ട് 4 കുതിരകളെ എയ്തു. ഒരു ബാണം കൊണ്ട് എല്ലാ സാരഥികളെയും, പിന്നെ മറ്റൊരു ബാണം കൊണ്ട് മഹാവില്ലാളികളായ തേരിലിരിക്കുന്ന 6 പേരെയും എയ്തു. ദുര്യോധനാദികളെ ഇത്ര വേഗത്തില് ബാണം പ്രയോഗിച്ചത് കണ്ട് വളരെ ആശ്ചര്യമായി അവർക്ക്. ഇത് എന്തൊരു അത്ഭുതമാണ്, മിടുക്കനാണല്ലോ എന്ന് അങ്ങനെ സാമ്പനെ ബഹുമാനപൂർവം ശ്ലാഘിക്കുകയും ചെയ്തു അവരൊന്നും. തം തുതേ വിരഥം ചക്രു ചത്വാരശ്ചതുരോഹയാൻ ഏകസ്തു സാരഥിം ജഘ്നേ ചിച്ഛേദാന്യ ശരാസനം. എന്നാൽ ഇത് കർണൻ മുതലായിട്ട് അവരെല്ലാ 6 പേരും കൂടിയിട്ട് ഒരാളെ, ഈ സാമ്പനെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന സാമ്പനെ സാമ്പന്റെ തേരങ്ങോട്ട് തകർത്തു. ആ സാമ്പന്റെ തേര് തകർത്ത് തേരില്ലാത്ത ആളാക്കി തീർത്തു. 4 ആള് 4 കുതിരകളെയും ഒരാള് സാരഥിയെയും കൊന്നു. മറ്റൊരാള് വില്ലും മുറിച്ചു. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, ഒരു ബാലനോട് 6 പേരെ എതിർത്തതിന് ആർക്കാണ് അധികം യോഗ്യത എന്നാന്ന് ആലോചിച്ച് നോക്കും. ഒരാള്, എല്ലാവരും കൂടി ഒരാള്, 4 പേരും കൂടിയിട്ട് ആർക്കാ അധികം യോഗ്യത? അതായത് ആർക്കും യോഗ്യത ഇല്ല എന്നർത്ഥം. ഇങ്ങനെ ചെയ്യണത് ശരിയല്ല. തം ബദ്ധ്വാ വിരധീകൃത്യ കൃച്ഛ്രേണ കുരവോ യുധി
കുമാരം സ്വസ്യ കന്യാം ച സുപുരം ജൈനോ വിശൻ. ദുര്യോധനാദികള് വളരെ പ്രയാസപ്പെട്ടിട്ട് തന്നെയാണ്, പക്ഷെ സാമ്പനെ ജയിച്ചു. സാമ്പന്റെ തേര് തകർത്തു, പിടിച്ചു കെട്ടി പുത്രിയെയും സാമ്പനെയും തന്റെ അങ്ങോട്ട് കൊണ്ടുപോയി. രണ്ടുപേര് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ജയഘോഷത്തോടെയാണ് ഇവരെയും കൊണ്ട് രാജധാനിയിലേക്ക് പ്രവേശിച്ചത്. അത് അവരുടെ ജയം. ദുര്യോധനാദികളുടെ ജയഘോഷം ലജ്ജാവഹമാണ്. ഒരാളെ ഇത്രയും പേര് കൂടിയിട്ട് ജയിക്കാനും ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് അല്ലെ? അതൊരു ചെറുപ്പക്കാരൻ ഇത് കേട്ടു. നാരദ മഹർഷിക്ക് മനസ്സിലായി. നാരദ മഹർഷി അവിടെ ചെന്ന് ഭഗവാനോട് പറയുന്നു. തശ്രുത്വാ നാരദോക്തേന രാജൻ സഞ്ജാതമന്യവ കുരൂൻ പ്രത്യുദ്യമം ചക്രു ഉഗ്രസേന പ്രചോദിത. ഹേ ശ്രീ സുഖബ്രഹ്മർഷി പറയാണ് പരീക്ഷിത്ത് മഹാരാജാവിനോട്, ഹേ രാജാവേ, ഈ സംഗതി ശ്രീനാരദ മഹർഷി ദ്വാരകയിൽ ചെന്ന് അറിയിച്ചു. ഇത് കേട്ടപ്പോ യാദവന്മാർക്ക് വളരെ ക്രോധം ഉണ്ടായി. ഈ അതിക്രമം പ്രവർത്തിച്ചതിന് ഇതിന് ശരിയായിട്ട് ചോദ്യം ചെയ്യണം, ഇതിന് നല്ല മറുപടി കൊടുക്കണം നമ്മൾ. ആഹാ. അങ്ങനെ രാജാവായ ഉഗ്രസേനൻ യാദവന്മാരോട് പറഞ്ഞു, വേഗം ചെന്ന് ആ സാമ്പനെ മോചിപ്പിച്ചു കൊണ്ടൊരു നല്ല തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം. അത് പറയണത് കേട്ടപ്പോ എല്ലാവരും കൂടി യാദവന്മാര് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക്. സാന്ത്വയിത്വാ തുതാൻ രാമ സന്നദ്ധാൻ വൃഷ്ണിപുങ്കവാൻ നയിച്ചൽ കുരൂണാം വൃഷ്ണീനാം കലിമലാപ. അവര് ബന്ധുക്കളാണ്, ഈ കൗരവന്മാരും വൃഷ്ണികളും യാദവന്മാരും. അപ്പൊ ഇവര് തമ്മിലുള്ള കലഹം ഉണ്ടായാൽ അതൊരു ശരിക്കും കേട്ടാലും എല്ലാവരും കേട്ടാലും അതൊരു മോശമല്ലേ. അത് കൂടാതെ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയ ബലരാമൻ വെറുതെ യുദ്ധമൊന്നും വേണ്ട, പറഞ്ഞു നോക്കാം. അങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന വൃഷ്ണി നായകന്മാരെ പറഞ്ഞു സമാധാനിപ്പിച്ചു. വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ജഗാമഹാസ്തിനപുരം രഥേനാദിത്യവർച്ചസ ബ്രാഹ്മണൈ കുലവൃദ്ധേശ്ച വൃതശ്ചന്ദ്രൈവ ഗ്രഹൈ. അങ്ങനെ ബ്രാഹ്മണരും കുലവൃദ്ധന്മാരും ഒക്കെ കൂടി ചേർന്ന് ബലരാമൻ അതിതേജോമയമായിരിക്കുന്ന ഒരു തേരിലിരുന്ന് ശുക്രാദിഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ചന്ദ്രനെ പോലെ പ്രകാശിച്ചുകൊണ്ട് ഹസ്തിനപുരത്തെ പ്രാപിച്ചു. തേജസ്വിയായിട്ടുള്ള ആ ബലരാമസ്വാമി ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ ശോഭിച്ചു എന്നാ പറയുന്നത് തേരില്. ഗത്വാഗജാഹ്വയം രാമോ ബാഹ്യോപവനമാസ്ഥിത ഉദ്ധവം പ്രേഷയാമാസ ധൃതരാഷ്ട്രം ബുഭുൽസയാ. ബലരാമൻ അങ്ങനെ ഹസ്തിനപുരത്തിൽ പ്രവേശിച്ചു. അവരുടെ ശത്രുവിന്റെ അടുത്തേക്ക് ആ കൊട്ടാരത്തിലേക്കാണ്ട് അതിക്രമിച്ചു കടക്കണത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കടക്കാണ്ട് ആ പുറത്തുള്ള ഒരു പൂന്തോട്ടത്തില് പോയിരുന്നു. എന്നിട്ട് ധൃതരാഷ്ട്രൻ എന്താ പറയണത് എന്ന് ധൃതരാഷ്ട്രയുടെ അഭിപ്രായം അറിയാനായിട്ട് ഉദ്ധവനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.